Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്കാണ് ട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അധികം ചേരുവകളൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ള ഒരു അരിമുറുക്കാണത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏത് അരിയുടെ ചോറായാലും വേണ്ടില്ല, കുത്തരി ചോറായാലും പച്ചരി ചോറായാലും ഒക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ചേർക്കുന്ന അരിപ്പൊടിക്ക് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഈ പൊടികളൊക്കെ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്, നല്ല കളറൊക്കെ കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എള്ള് ചേർക്കുന്നുണ്ട്. ലേശം ചെറിയ ജീരകം ചേർക്കാം. ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. നുള്ള് കായം, അത് അധികം ആവാൻ പാടില്ല കേട്ടോ, ചെറിയൊരു നുള്ളേ പാടുള്ളൂ. അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടി. ഞാൻ ഇപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന ചോറിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് വ്യത്യാസപ്പെടും കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഒരു നല്ല ബൈൻഡിങ് ഒക്കെ കിട്ടും. ഇനി നിങ്ങൾക്കിത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാം. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. വെള്ളമൊക്കെ കൂടിപ്പോയാൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ കാണിക്കണ ആ ഒരു തിക്നെസ് വേണം എൻ്റെ ആ മാവിന്. അപ്പം നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം കടലമാവോ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് ഞാൻ ആദ്യമേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒപ്പം ചേർക്കണം കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഇത് കൂടുതലാവരുത്, അപ്പൊ പിന്നെ ഇത് എണ്ണ കുടിക്കും. അപ്പോൾ കുറച്ച് മതി. ഇപ്പൊ ഞാൻ അരക്കപ്പ് അരിപ്പൊടി ആണ്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അര കപ്പ് അരിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അത് കറക്റ്റായി, വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ചോറിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന അരിപ്പൊടിയുടെ അളവ് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അരക്കപ്പിലും കൂടുതൽ എന്തായാലും അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ചോറ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചോറാച്ചാൽ ചിലപ്പോൾ അരക്കപ്പിൽ താഴെ അരിപ്പൊടി ആയാലും മതിയാവും. പിന്നെ ചോറ് അരയ്ക്കുമ്പോൾ 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ചോറ് അരയ്ക്കുക. അപ്പം നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി, അരിപ്പൊടി ചേർക്കണതിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒന്ന് എണ്ണ പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ സ്റ്റാർ അച്ചാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആ മുറുക്കിനൊക്കെ ഉണ്ടാക്കുന്ന അച്ചില്ലേ, അതാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് മാവ് നിറയ്ക്കുക. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മയം പരട്ടി വെക്കുന്നുണ്ട്, നമ്മൾ ആ മുറുക്ക് ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി, അല്ലെങ്കിൽ വാഴയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ഞാൻ.
ഇങ്ങനെ ഈ അറ്റം ഒന്നിങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോരും. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് റിഫൈൻഡ് ഓയിലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് കുറേ എണ്ണയൊന്നും ഒഴിക്കേണ്ട, ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നാൽ പിന്നെ അത്രയും വേസ്റ്റ് ആവില്ല. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒരു ഭാഗം ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ച് വിടണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാവൂ, കാരണം അല്ലെങ്കിൽ ഇത് ക്രിസ്പിയായി കിട്ടില്ല, ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ മുറുക്ക് ഉണ്ടാകുമ്പോൾ എപ്പോഴും അത് കുറച്ച് ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കണം, നല്ലാണ് നല്ല മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മുറുക്കൊക്കെ റെഡിയായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ എപ്പോഴും ചോറുണ്ടാവുമല്ലോ, കുറച്ച് ചോറും കുറച്ച് വറുത്ത അരിപ്പൊടി ഉണ്ടായാൽ മതി. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 5 മിനിറ്റ് മതി ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ റെസിപ്പി വീണ്ടും കാണാം. താങ്ക്